അത്തിപ്പഴം അത്തിപ്പഴം ഇത് പക്ഷേ എസ്കലേറ്റർ കയറും നമ്മുടെ കോട്ടയത്ത് ലുലു വന്നിട്ട് ഒരു 5-6 മാസം ഞങ്ങളല്ല വിഷ്ണു വന്നു. ഞാൻ ഇപ്പോഴാണ് വിളിക്കുന്നത്. ഇത്രയും നാൾക്ക് ആദ്യമായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. അപ്പം നമ്മൾ ചെറിയ ചെറിയ പർച്ചേസിങ്ങിനൊക്കെ വന്നതാണ്. നമുക്കപ്പം പോവാം. സൺഡേ അല്ല. ഓരോ സാധനം എവിടാന്ന് എങ്ങനെ അറിയും? അതാണ് വിഷ്ണു ചോദിച്ചത്. നമുക്കത് അറിയുന്നില്ലാത്തതുകൊണ്ട് ആദ്യം കയറുമ്പോഴേ കണ്ടത് ഒരു ജെൻസിന്റെ ഒരു സെക്ഷൻ ആയിരുന്നു. അങ്ങോട്ടങ്ങ് കയറി. അവിടെ കയറി വിഷ്ണു എന്തൊക്കെയോ ഡ്രസ്സുകളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അവിടെ അന്ന് കുറെ ഓഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ വിഷ്ണുവിന്റെ കസിൻസ് വന്നു. അവരും ഇവിടെ എന്തൊക്കെയോ മേടിക്കാൻ വന്നതാണ്. ആണോ? കുറച്ച് ദൂരെയാണ്. ആണോ? കാണിച്ചു തരാം വീട്. നമ്മൾ ആദ്യം മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, അങ്ങനത്തെ സാധനങ്ങൾ. വിഷ്ണു ചക്കക്കുരു ഇത് കണ്ടിട്ട് ചക്കക്കുരു പോലില്ലേ അല്ലേ ചേട്ടാ? അത്തിപ്പഴം അത്തിപ്പഴം ഇത് മറ്റേ ശബരിമല കൂട്ടിനകത്തിടുന്ന മുന്തിരിങ്ങ പോലെ. മറ്റേ ആ മുന്തിരിങ്ങ പോലെ ഇല്ലേ ശബരിമലക്ക് കൂട്ടിനകത്ത്. ഞാൻ പറഞ്ഞു ഇവിടെ ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരുപാട് ഫിഷസ് ഒക്കെ ഉണ്ട്. പിന്നെ ചേട്ടനും ചേച്ചി അതിൻ്റെ ഇടയ്ക്ക് അവർ പോയായിരുന്നു. നമുക്ക് വേണ്ട സാധനം നമ്മൾ ആദ്യം തന്നെ മേടിച്ചു. പിന്നെ ലുലു ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഞാൻ കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മാക്സിമം ഈ ഗ്ലാസ് ഐറ്റത്തിലൊന്നും തൊടാറില്ല. ഈ ഫിലിമിലൊക്കെ കാണുന്ന പോലെ തട്ടി തട്ടി താഴെ പോകുന്നൊരു നെഗറ്റീവ് തോട്ടാണ് എനിക്ക്. അങ്ങനെ നമ്മൾ മേടിച്ച സാധനത്തിൻ്റെയൊക്കെ ബില്ലൊക്കെ പേ ചെയ്തു. ഫസ്റ്റ് ഫ്ലോറിൽ കുറേ സെക്ഷനൊക്കെ കയറി. ഇനി നമുക്ക് സെക്കൻഡിലോട്ട് പോകാം. എത്ര തവണ എസ്കലേറ്റർ കയറിയാലും കയറുമ്പോഴും ഇറങ്ങുമ്പോഴും എനിക്ക് പേടിയാണ്. എന്നെ പോലെ ആരെങ്കിലും ഉണ്ടോ? സെക്കൻഡ് ഫ്ലോറിലോട്ട് ചെന്ന് കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ കൂടുതലായിട്ടും ഫുഡ് സെക്ഷൻസ് ആണ്. നേരെ നോക്കുവാണെങ്കിൽ കൂടുതലായിട്ടും ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും കിഡ്സിൻ്റെ ഒക്കെ ഡ്രസ്സിങ് ഏരിയാസും പിന്നെ കോസ്മെറ്റിക്സ്, ബ്യൂട്ടി പ്രൊഡക്ട്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഇങ്ങോട്ടൊന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് തപ്പി നടന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് തന്നെ മേടിച്ചുകൊണ്ട് പോകാം. ഒരുപാട് യൂസ്ഫുൾ ആണ് കേട്ടോ ഇങ്ങനെ ഒരു കാര്യം വന്നത്. പക്ഷേ ഞാൻ നടന്ന് മടുത്ത്. അപ്പം നമ്മൾ തിരിച്ചു പോകാമെന്ന് തന്നെ വിചാരിച്ചു. ഇനി അടുത്തൊരു ദിവസം വരുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വീഡിയോ എടുക്കും. ഇനി ആരെങ്കിലും ചോദിക്കുമ്പോൾ ലുലു പോയില്ലെന്ന് പറയണ്ടല്ലോ, ലുലുവിലും പോയി. കോട്ടയം ലുലുവിൽ നിങ്ങൾ ഇറങ്ങുമ്പം റൈറ്റിലോട്ടുള്ള വഴി കോട്ടയത്തോട്ടും ലെഫ്റ്റിലോട്ട് ചങ്ങനാശ്ശേരിയിലോട്ടുമാണ്. ലെഫ്റ്റിലോട്ട് ഒരു 2 വീട് അപ്പുറേ നമ്മുടെ സ്വന്തം കടയുണ്ട്, ഓറഞ്ച്. ഓണർ ഓഫ് ദി ഓറഞ്ച് ജ്യൂസ്. നമ്മുടെ സ്വന്തം കടയായിട്ട് നമ്മൾ ലാവിഷായിട്ട് ഓസിൻ്റെ ഒരു ഷേക്കും കുറച്ച് സ്നാക്സും കഴിച്ചു. നിങ്ങൾ കോട്ടയം ലുലുവിൽ വരുന്നുണ്ടെങ്കിൽ അരുൺചേട്ടൻ്റെ ഓറഞ്ച് ഷോപ്പ് മറക്കണ്ട, ലുലുവിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട്. ഇതാണ് ലുലു മോൾ. ഇതാണ് വീട്. എന്നിട്ടാ പറഞ്ഞത് എന്നാ ലോറിയല്ലോ വന്നേന്നോ. ഇത് വിഷ്ണുവിന്റെ അമ്മ വീടാണ്. ഇത് ചേച്ചിയുടെ കുഞ്ഞാണ്. ഇവിടുത്തെ 2 കസിൻസിനെയാണ് നമ്മൾ മുമ്പേ ലുലു വെച്ച് കണ്ടത്. വീട് എത്ര ദൂരെയാന്ന് കണ്ടില്ലേ? അങ്ങനെ നമ്മൾ അവിടെ കുറെ നേരം കത്തി വെച്ചിരുന്ന് അവിടെ നിന്ന് തിരിച്ചിറങ്ങി. അങ്ങനെ വീട്ടിലോട്ട് വരുന്നതിന്റെ പകുതിക്ക് വെച്ചാണ് അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനം മേടിച്ചില്ലല്ലോ എന്ന് ഓർത്തത്. പിന്നെ ഒരു ഷോപ്പിൽ കയറി അത് മേടിച്ച് നമ്മളെ വീട്ടിലോട്ട് പോയി. ലുലു കണ്ടില്ലെന്നുള്ള സങ്കടം അങ്ങനെ മാറി കിട്ടി. സൺഡേ ആയതുകൊണ്ട് അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത തവണ ആട്ടെ അല്ലേ.